ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മിഹിർ അഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് ക്രൂരമായ റാഗിങ്ങിന് ഇരയായെന്ന അമ്മയുടെ പരാതിയിലാണ് അന്വേഷണം. മിഹിറിന്റെ ക്ലാസ് ടീച്ചർ അടക്കം മൊഴി നൽകിയിട്ടുണ്ട്. സ്കൂൾ NOC ഇതുവരെ ഹാജരാക്കിയിട്ടില്ലെന്നും NOCക്കായി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെന്നും വിഷയം ഗൗരവമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. ചില കുട്ടികൾ മിഹിറിനെ ക്രൂരമായി തല്ലുകയും ശാരീരികവും മാനസികവുമായി പ്രാകൃതമായ രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്തതായുള്ള വിവരങ്ങൾ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന കൂട്ടായ്മയിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളതായി മിഹിറിൻ്റെ മാതാവ് സമർപ്പിച്ച പരാതി സൂചിപ്പിച്ചിട്ടുണ്ട്. മകൻ്റെ മരണത്തിന് കാരണം മകൻ നേരിട്ട അതിക്രൂരവും സമാനതയില്ലാത്തതുമായ റാഗിംഗ് മാതാവ് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ NOC ലഭിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ അടിയന്തരമായി സമർപ്പിക്കാൻ സ്കൂൾ അധികാരികളോട് വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂൾ നടത്തുവാനുള്ള NOC ഈ സ്കൂൾ ഹാജരാക്കിയിട്ടില്ല. മേൽ വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടികൾ ദ്രുതഗതിയിൽ സ്വീകരിച്ചു വരികയാണ്. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ. വിവരങ്ങളുമായി അർജുൻ രാജും സഹിൻ ആന്റണിയും ചേരുകയാണ്. ആദ്യം അർജുനയിലേക്ക്. അർജുൻ, ഗൗരവതരമായ കാര്യങ്ങളാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മിഹിർ അതിക്രൂരമായ റാഗിങ്ങിന് അവിടെ ഇരയായിട്ടുണ്ട് എന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ശരിവയ്ക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ലക്ഷ്മി, മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ടീച്ചർമാരുടെയും മൊഴികൾ ഇതിനോടകം തന്നെ വിവിധ തലത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികളിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഇത്തരത്തിലുള്ള വാർത്തകൾ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുന്നത്. അതായത് ഇതിനു മുൻപും ഈ സ്കൂളിൽ നിരവധിയായിട്ടുള്ള കുട്ടികൾക്ക് റാഗിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി ആ സ്കൂൾ മാറി TC മാറി പോയി എന്ന് രക്ഷിതാക്കൾ പറഞ്ഞെന്ന തരത്തിലുള്ള പ്രതികരണമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മിഹിർ അഹമ്മദിന് മുൻപും ഇത്തരത്തിലുള്ള റാഗിംഗ് സ്കൂളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, മിഹിർ അഹമ്മദിനെ കുറിച്ച് ഈ സ്കൂൾ മാനേജ്മെന്റ് മോശമായി പ്രതികരിച്ചിരുന്നു. പക്ഷേ മിഹിർ അഹമ്മദിനെ കുറിച്ച് സ്കൂൾ ടീച്ചർമാരും സ്കൂൾ അധികൃതരും പറഞ്ഞത് മറ്റൊരു മൊഴിയാണ്. അതായത് പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന കുട്ടിയാണ്, മറ്റ് വിദ്യാർത്ഥികളോട് വളരെ സൗമ്യമായി പെരുമാറിയിരുന്ന ആളാണ്, പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തിയിരുന്ന ആളാണെന്ന തരത്തിലാണ് ടീച്ചർമാർ ഉൾപ്പെടെ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെ മറച്ചു വെക്കാനാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചതെന്ന തരത്തിൽ മൊഴികൾ ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടത്, ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലുള്ള NOC ഇതുവരെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള NOC ലഭിക്കുന്നുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അടിയന്തരമായി ഹാജരാക്കാൻ ഈ പബ്ലിക് സ്കൂളിന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ അതിലുള്ള NOC ഇവർ നൽകിയിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ വൈകാതെ തന്നെ സ്കൂളിനെതിരെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ് മീറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ശരി, അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. സഹിൻ ആന്റണി കൂടി ചേരുകയാണ്. സഹിൻ, സ്കൂളിനെതിരെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പബ്ലിക് സ്കൂളിനെതിരെ നടത്തിയിരിക്കുന്നത്, ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ നടത്തിയിരിക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ? NOCയുടെ അപേക്ഷ ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, രണ്ട് സ്കൂളുകളാണ്. ഒന്ന് ജെംസ് ഇന്റർനാഷണൽ പബ്ലിക് സ്കൂള്, ഒപ്പം തന്നെ ഗ്ലോബൽ പബ്ലിക് സ്കൂള്. ഈ രണ്ട് സ്കൂളുകൾക്കും NOC ഇല്ല എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ 8 ദിവസം മുൻപ് നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. അന്ന് പബ്ലിക് സ്കൂള് ഈ ജെംസിലും ഒപ്പം തന്നെ GPS-ലും ഗ്ലോബൽ പബ്ലിക് സ്കൂളും വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. നമ്മൾക്കെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കൊടുത്ത വാർത്ത വസ്തുതയാണ്, സത്യമാണ് എന്ന് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ
ഈ രണ്ട് സ്കൂളുകൾക്കും NOC ഇല്ലായിരുന്നു. NOC ഇല്ലാതെയാണ് ഈ രണ്ട് സ്കൂളുകളുടെയും പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ മറ്റു നടപടികളിലേക്ക് പോകേണ്ടതായി വരും. കാരണം ഇത്തരം സ്കൂളുകൾ പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാനത്ത് പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അതൊന്നും തന്നെ പാലിച്ചിട്ടില്ല. മറ്റൊന്ന് അവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ചതാണ്. അധ്യാപകർ ആരും വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത, അതായത് മതിയായ യോഗ്യതയില്ലാത്ത അധ്യാപകരാണ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത കൂടി നമ്മളന്ന് പുറത്തുവിട്ടിരുന്നു. അതും അധികം താമസിയാതെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുമെന്നതിന് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാം. കാരണം ഫുഡ് ആൻഡ് സേഫ്റ്റി പഠിച്ച ആളുകൾ വരെ അവിടെ അധ്യാപകരായിട്ടുണ്ട്. അവർ മറ്റു വിഷയങ്ങൾ, അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെടാത്ത മറ്റു വിഷയങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. MBA പഠിപ്പിച്ച ആളുകളുണ്ട്. ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കേണ്ടതിന് അടിസ്ഥാനപരമായ യോഗ്യത പോലും പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് അന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ കണ്ടെത്തലുകളായിരുന്നു ഈ രണ്ട് സ്കൂളുകൾക്കെതിരെയും നടത്തിയിരുന്നതും. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടാകും. മെഹറിനോട് ഈ രണ്ട് സ്കൂളുകളും എടുത്ത സമീപനം അതിക്രൂരമായിട്ടുള്ള സമീപനമായിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഈ രണ്ട് മാനേജ്മെന്റുകളും ക്രൂരമായ സമീപനമായിരുന്നു ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായി അത് വിദ്യാഭ്യാസ വകുപ്പിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവകരമായ നടപടികൾ ഈ സ്കൂളുകൾക്കെതിരെ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടിയുടെ മരണത്തെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലേക്കായിരുന്നു രണ്ട് സ്കൂളുകളും മുന്നോട്ട് പോയത്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ വാക്കുകൾ ഇപ്പോഴും എന്റെ കാതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കുട്ടിയുടെ മരണം സംബന്ധിച്ച് ആ അമ്മ പരാതി കൊടുത്തപ്പോൾ പറഞ്ഞത് മാധ്യമങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും ഞങ്ങൾ മാനനഷ്ടത്തിന് പോവുകയാണ് എന്നായിരുന്നു അദ്ദേഹം ആദ്യ ദിവസം പറഞ്ഞത്. പക്ഷേ അതിൽ മാനേജ്മെന്റ് ഇവർക്കെല്ലാം ഒത്താശ ചെയ്യുന്ന ഒരു സമീപനം തന്നെ സ്വീകരിച്ചിരുന്നു. എന്തായാലും ഈ മിഹറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കണ്ടെത്തലുകളിലേക്ക് സർക്കാർ അല്ലെങ്കിൽ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നുവെന്നാണ്. തീർച്ചയായും ഒരാഴ്ച മുമ്പ് ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശരിവയ്ക്കുന്നത്. ഈ സ്കൂളുകൾക്ക് NOC ഇല്ല എന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ശരിയാണ്. അന്ന് ആ വാർത്ത സഹിന ആന്റണി കൊടുക്കുമ്പോൾ പലരും ആ കാർഡ് നമ്മളിലേക്കൊക്കെ അയച്ചു വന്നിട്ട് ഇത് ഉള്ളതാണോ, ഇത് വസ്തുതയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും ഒരു വിശ്വാസമില്ലായ്മ അതിനകത്ത് ആളുകൾ പ്രകടിപ്പിക്കുന്നതിന് കാരണം അത്രയും ഉന്നതരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളാണ്, അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്കൂൾ ആണ്. അങ്ങനത്തെ രണ്ട് സ്കൂളുകളായതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു സംശയം പ്രകടിപ്പിച്ചത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ആ വാർത്ത ശരിവയ്ക്കുകയാണ്. സഹിന ആന്റണിയും അർജുൻ രാജുമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചതിപ്പോൾ.